അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ നമ്മൾ ബീഫ് എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരണം. അങ്ങനെ നമ്മൾ ബീഫ് എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീഫ് എല്ലാം കൂടി കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ ബീഫൊക്കെ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5-6 വിസിൽ വരുന്നിടം വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അങ്ങനെ ഞാനൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് തേങ്ങാക്കൊത്ത് മഞ്ഞൾപ്പൊടിയുമായിട്ട് നമ്മളിങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല ചെറിയൊരു ബ്രൗൺ കളർ വരുന്നിടം വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അങ്ങനെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവേ. എന്നിട്ട് അതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാവേ. അങ്ങനെ കടുകൊക്കെ ഇട്ടിട്ടുണ്ട്, കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ സവാളയും കൊച്ചുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നല്ല ടേസ്റ്റി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണേ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് പേസ്റ്റ് ചേർക്കേണ്ടവർക്ക് പേസ്റ്റ് ചേർക്കാം. ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് അല്ല ചേർത്തേക്കുന്നത്, വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞ് വെച്ചതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടിത് വഴറ്റിയെടുക്കണേ. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തോടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. നേരത്തെ ഒന്നും ഞാനങ്ങനെ ബീഫ്, ചിക്കൻ ഇതൊന്നും കറി വെക്കത്തില്ലായിരുന്നു. ആരും എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കത്തില്ലായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് എനിക്ക് തന്നെ വെക്കാനൊരു കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബീഫായാലും ചിക്കൻ ആയാലും വെക്കുന്നത്. ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ആരോട് സംശയങ്ങളൊന്നും ചോദിക്കത്തില്ല. എൻ്റേതായ രീതിയിൽ ഞാൻ വെച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുമുണ്ട്. അപ്പം ഞാൻ നമ്മുടെ കൊച്ചുള്ളിയും സവാളയും ഒക്കെ ഒന്ന് വഴറ്റി വന്നപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ ബീഫ് വെന്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൽ ഞാൻ വെള്ളം ഒഴിക്കാതാണ് വേവിച്ചത്, പക്ഷേ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് തക്കാളിക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നതിനാണ് ഇഷ്ടം. അതാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ നന്നായിട്ടിത് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റോളം അത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ചൂടോടെ തന്നെ കഴിക്കാമെന്ന് കരുതി അതിന് 2 ബ്രെഡും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബീഫ് കറിയും കൂടി ഒഴിച്ചിട്ട് കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.